പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു, ഈ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് എനിക്കും അറിയാം, അത് അമ്മേനെയും ബാധിച്ചിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ. പിന്നെ ദേവയാനി ആ സമയത്ത് പറയാണ്, എനിക്കൊരു കുഴപ്പമില്ല, നീ നിന്റെ ഭാര്യേനെ വിളിച്ചിട്ട് അവളോട് എന്നെ വിളിക്കരുത് എന്ന് പറയണം, എനിക്കാണെങ്കിൽ അവളുടെ ശബ്ദം കേൾക്കുന്നതേ ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ആദർശ് പറയാണ്, ഞാൻ അവളെ വിളിക്കത്തില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ ദേവയാനി തിരിച്ച് പറയുന്നുണ്ടായിരുന്നു, എന്നാൽ എനിക്ക് ഒട്ടും ആവശ്യമില്ല എന്ന് പറയും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അങ്ങനെയൊക്കെ പറയുന്ന സമയത്തും ആദർശ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ അമ്മ ഇത്ര നന്നായിട്ട് അഭിനയിക്കുന്നത് അതിനേക്കാളേറെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് എൻ്റെ ഭാര്യയും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ദേവേനി ചോദിക്കും, നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഒന്നുമില്ല എന്ന് പറയും. ആ സമയത്ത് ദേവയാനി പറയും ആദർശിനോട്, നീ എന്തൊക്കെയോ മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ട് നടക്കുകയാണ്, നിനക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് എനിക്കറിയാലോ, നീ കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമുണ്ടെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോവാണ്. പിന്നീട് നമ്മുടെ അനീനെ കാണിക്കുന്നുണ്ട്. അനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല കേട്ടോ. അനാമികയാണെങ്കിലും അടുത്ത് തന്നെ കിടക്കുന്നുണ്ടെങ്കിലും നല്ല ഉറക്കമാണ്. പിന്നീട് അനി എണീറ്റിരുന്നിട്ട് നന്ദുവിന് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ, ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട്, ഒന്ന് ഇങ്ങനെ വിളിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈനയാണെങ്കിലും ഈ സമയത്ത് ആദർശ് വിളിക്കാത്തതുകൊണ്ടും വരാത്തതുകൊണ്ടും ആ ഒരു സങ്കടത്തിൽ കിടക്കുകയാണ് കേട്ടോ, ഉറങ്ങിയിട്ടൊന്നുമില്ല. പിന്നീട് മെല്ലെ അവിടെ നിന്ന് ഫോണെടുത്ത് എണീറ്റ് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു റൂമിൽ നിന്ന്. ആ സമയത്ത് നന്ദു ഉണരുന്നുണ്ട് കേട്ടോ. നന്ദു ആണെങ്കിലും ഉണർന്നിട്ട് ഇങ്ങനെ ചേച്ചിക്ക് ഇങ്ങനെ നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നുണ്ട്, ആദർശേട്ടൻ വിളിക്കാത്തതിലും ഒക്കെ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ അനിയുടെ മെസ്സേജ് വരുന്നത്. അപ്പോൾ നന്ദു ഫോണൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഉറങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ടുള്ള മെസ്സേജാണ്. അതുപോലെ തന്നെ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ, ഞാൻ ഒന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ആ സമയത്താണെങ്കിലും നന്ദു ആണെങ്കിൽ പിന്നെ അങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ മനസ്സ് നേർന്നത് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അനി, പക്ഷേ എനിക്ക് മറ്റുള്ളവരുടെ മുഖത്തടിച്ചിട്ട് നിന്നെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല എന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അനിയാണെങ്കിലും ഭയങ്കര സങ്കടത്തിലിരിക്കുകയും ചെയ്യാണ്. അപ്പോൾ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച സമയത്ത് നന്ദു ആണെങ്കിൽ ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അനി പിന്നീട് വിളിക്കുന്ന സമയത്ത് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അനിയാണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ അവൾ ക്യാമ്പിലേക്ക് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുന്നേ അവളൊന്ന് കണ്ട് സംസാരിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ ഓർക്കുകയും ചെയ്യാണ്. നന്ദുവിനാണെങ്കിലും അനിയനോട് സംസാരിക്കണം എന്നൊക്കെയുണ്ട്. എനിക്കാണെങ്കിൽ അതും നന്ദു മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, അനിയനോട് സംസാരിക്കണം എന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ മുഖത്തടിച്ചുകൊണ്ട് എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ നന്ദും കിടക്കുന്നത്. പിന്നീട് നയനയാണെങ്കിലും ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ ദേവയാനി വിളിക്കുന്നത്. ആദർശാണ് വിളിക്കുന്നത് എന്നുള്ളതിലാണ് നയന പെട്ടെന്ന് തന്നെ കോൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മ ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനിയോട്. അപ്പോൾ ഇല്ല എന്ന് പറയും. മോൾ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിങ്ങനെ ആദർശേട്ടൻ ഇതുവരെ വിളിച്ചിട്ടില്ല, ആദർശേട്ടൻ എന്താ പറ്റിയത് അമ്മയെന്നൊക്കെ ഇങ്ങനെ ദേവയാനിയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറ്റിയെന്നൊന്നും അറിയില്ല, അവൻ ഭയങ്കര സീരിയസ് ആണ്, അവൻ്റെ മുഖം എത്ര കറുത്ത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ദേവയാനിയാണെങ്കിലും. അപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയന. അങ്ങനെ ഓഫീസിൽ ടെൻഷൻ ഉണ്ടെങ്കിലും അവനത് വീട്ടിൽ കാണിക്കാറില്ലല്ലോ, ഓഫീസ് വേറെ വീട് വേറെ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളല്ലേ, അതുകൊണ്ട് അതവൻ കാണിക്കില്ല. ഇതെന്താ പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ മോളെ ഇതുവരെ വിളിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു നയന. എന്തായാലും നന്ദു നാളെ പോവല്ലേ, അതിൻ്റെ ഒരു വിഷമം കൂടെ ഉണ്ട് എനിക്ക് എന്നിങ്ങനെ നയന പറയൂ കേട്ടോ. അതുകൊണ്ടാണ് ഉറക്കം വരാതെ. അമ്മ പോയി കിടന്നോ എന്നൊക്കെ ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മോളിങ്ങനെ വിഷമിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഉറക്കം വരാത്തതെന്നൊക്കെ പറയൂ കേട്ടോ. അപ്പം അമ്മ എന്തായാലും പോയി കിടന്നോ എന്ന് പറയാണ്. അപ്പോൾ എന്തായാലും പിന്നീട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് എത്തിക്കോളാം, വയ്ക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നീട് കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ. നയനയ്ക്കാണെങ്കിലും ആകെ വിഷമമാണ് കേട്ടോ. പിന്നീട് ആദർശിനെ കാണിക്കുന്നുണ്ടായിരുന്നു. ആദർശാണെങ്കിലും ഇങ്ങനെ ഉറക്കം വരാതെ ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ, എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. നയനിയാണെങ്കിലും ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നന്ദുവിനെയും കാണിക്കുന്നുണ്ട്. എനിക്കാണെങ്കിലും ഉറക്കം വരുന്നില്ല. അനി റൂമിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. രണ്ടുപേർക്കും ഉറക്കമൊന്നും വരുന്നില്ല. അതുപോലെ തന്നെയാണ് ആദർശിൻ്റെ നയനയുടെയും കാര്യം, അവരെയും കാണിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഉറങ്ങിയിട്ടൊന്നുമില്ല. ദേവയാനിക്കാണെങ്കിലും ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. റൂമിലേക്ക് വരുന്ന സമയത്ത് ജയനൊക്കെ നല്ല ഉറക്കമായിരിക്കും. പിന്നീട് ഫോണൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് മെല്ലെ ദേവയാനി അങ്ങ് കിടക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് രാവിലെയാണ് നയന നന്ദുവിനുള്ള ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ചായയൊക്കെ കൊടുത്തിട്ട് ചായ കുടിക്കാനായിട്ട് പറയാണ്. ആ സമയത്ത് നന്ദു നയനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ഇന്നലെ ഉറങ്ങിയിട്ടില്ല അല്ലേ എന്ന് ചോദിക്കും. നയന തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്താ നീ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ നന്ദു പറയാണ്, ഞാൻ ഒരിക്കൽ കണ്ണ് തുറന്നപ്പോൾ ചേച്ചീനെ അടുത്ത് കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയൂ കേട്ടോ.
അപ്പം നൈന പറയുന്നുണ്ടായിരുന്നു നീ ഇന്ന് പോവല്ലേ, അതിൻ്റെ ഒരു വിഷമമുണ്ട് എനിക്ക് എന്ന് ഇങ്ങനെ പറയുമ്പോഴും നന്ദു പറയുന്നുണ്ടായിരുന്നു അതൊന്നല്ല, ആദർശേട്ടൻ വിളിക്കാത്തതിലും വരാത്തതിലൊക്കെ ചേച്ചിക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അത് പിന്നെ വിഷമം കാണാതിരിക്കുമോ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നീടാണെങ്കിലും നൈന പറയുന്നുണ്ടായിരുന്നു വിഷു കൈനീട്ടം തരാനും വന്നില്ല, അതുപോലെ ഇങ്ങനെ എന്നെ വിളിച്ചതുമില്ല, അങ്ങനെയൊന്നും സംഭവിക്കേണ്ടതല്ല എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് പറയും. അപ്പം എന്താ പറ്റിയെന്ന് ആദർശേട്ടൻ്റെ അമ്മേനോട് ചേച്ചി ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചോദിച്ചു, പക്ഷേ അങ്ങനെ ആദർശേട്ടൻ ഭയങ്കര സീരിയസ് ആണെന്നാണ് അമ്മ പറഞ്ഞത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ചേച്ചി അങ്ങോട്ട് വിളിച്ചില്ലേ ആദർശേട്ടനെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിളിച്ചു, പക്ഷേ കോൾ എടുത്തില്ല എന്ന് നൈന നന്ദുവിനോട് പറയുകയാണ്. ഇനിയിപ്പോൾ ചേച്ചി അതുപോലെ തന്നെ ആദർശേട്ടൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് ആദർശേട്ടനെ അറിഞ്ഞു കാണോ എന്നൊക്കെ ഇങ്ങനെ നന്ദു സംശയം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നൈനയോട്. അപ്പോൾ അങ്ങനെ അതറിയാൻ വഴിയില്ല, ഇനിയിപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനും അമ്മയും ഇങ്ങനെ സ്നേഹിക്കണം എന്നിങ്ങനെ ഒരുപാട് ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുന്ന ആളാണ് ആദർശേട്ടൻ, അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ ഇങ്ങനെ സന്തോഷിക്കുകയല്ലേ ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നൈന. അപ്പോൾ നൈനയ്ക്കാണെങ്കിലും ദേവ്യാനെ അറിയാതെ ആദർശനോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാമായിരുന്നല്ലോ, പക്ഷേ അതൊന്നും അങ്ങനെ പറഞ്ഞിട്ടുമില്ല നൈന. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദർശന് ആ ഒരു ദേഷ്യമൊക്കെ കാണുമായിരിക്കും, അതുകൊണ്ട് തന്നെ ആയിരിക്കും വിളിക്കാത്തതും സംസാരിക്കാത്തതും ഒക്കെ. അപ്പോൾ എന്തായാലും പിന്നീട് നൈനയുടെ ഭാഗത്ത് തന്നെയാണല്ലോ തെറ്റ്. പിന്നെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടാണെങ്കിലും പിന്നീട് നന്ദു പോകുന്നതിൻ്റെ ആ വിഷമമൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പറയുന്നുണ്ടായിരുന്നു നീ പോകുന്നതിൻ്റെ ഒരു വിഷമം ഇവിടെ എല്ലാവർക്കും ഉണ്ട്, നീ പോയി കഴിഞ്ഞാലും അത് കാണും, അപ്പോൾ നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അനീനെ ഇങ്ങനെ വിളിക്കരുത്, അവൻ്റെ കോൾ അറ്റൻഡ് ചെയ്യരുത് എന്നൊക്കെ തന്നെയാണ് കേട്ടോ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദർശേട്ടൻ്റെ അമ്മ നിന്നെ നന്നായിട്ട് ഉപദേശിച്ചതല്ലേ, കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും പറയുന്നത്. അതൊക്കെ പറഞ്ഞിട്ട് പിന്നീട് നൈന അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല അനി നിന്നെ വിളിച്ചായിരുന്നോ ഇന്നലെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നന്ദു ആണെങ്കിലും അത് പിന്നെ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഒരു നല്ല കാര്യത്തിന് പോകാൻ നിൽക്കുമ്പോഴെങ്കിലും ഇങ്ങനെ കള്ളം പറയല്ലേ, നീ കുളിക്കാൻ പോയ സമയത്ത് നിൻ്റെ ഫോൺ നോക്കിയായിരുന്നു, അനിയുടെ മെസ്സേജും കണ്ടു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ആ മെസ്സേജിന് ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് നന്ദു പറയുന്ന സമയത്ത് അങ്ങനെ റിപ്ലൈ കൊടുത്തിരുന്നെങ്കിൽ അതും ഫോണിൽ കാണുമായിരുന്നല്ലോ എന്ന് നൈന പറയൂ കേട്ടോ. അപ്പോൾ നീ റിപ്ലൈ കൊടുക്കാത്തതിലൊക്കെ എനിക്ക് നല്ല സന്തോഷമുണ്ട്, ഇനിയും അതുപോലെ തന്നെ ആയിരിക്കണം, അങ്ങനെ ട്രെയിനിങ്ങിൽ പോയിട്ടുണ്ടെങ്കിലും അവിടെ നിന്നും അങ്ങനെ അനിയുടെ കോളൊന്നും അറ്റൻഡ് ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പരസ്പരം അടുക്കുന്നവർ തമ്മിൽ അകന്ന് കഴിയുമ്പോൾ ഇങ്ങനെ അവരുടെ ഇങ്ങനെ പിന്നെ അടുക്കാനുള്ളത് കൂടെയുള്ളൂ, അതുകൊണ്ട് നീയായിട്ട് അനന്തപുരിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, നീ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നൊക്കെ വീണ്ടും പറഞ്ഞു കൊടുത്തിട്ട് നൈന അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ നന്ദുവിന് ആകെ വിഷമമുണ്ട് കേട്ടോ. പിന്നീട് ദേവയാനിയാണെങ്കിലും നേരത്തെ എണീറ്റ് അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആദർശാണെങ്കിലും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നീ ഇത്ര നേരത്തെ എണീറ്റോ, നീ ഇന്നലെ ഉറങ്ങിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ അമ്മ ഇത്ര നേരത്തെ എവിടെ പോവാണെന്ന് ആദർശം ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അമ്പലത്തിലേക്ക് പോവാണെന്ന് പറയുമ്പോൾ ഇത്ര നേരത്തെ എന്ന് ചോദിക്കും. അപ്പോൾ ഇത്ര നേരത്തെ ഞാൻ അമ്പലത്തിൽ പോവാറുണ്ടല്ലോ, നീ എന്താ പതിവില്ലാതെ ഇത്ര നേരത്തെ എണീറ്റത്, നീ ഈ സമയത്തൊന്നും ഉണരാറില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശനോട് പറയുന്ന സമയത്തും ആദർശ് പറയുന്നുണ്ടായിരുന്നു അത് എനിക്ക് നല്ല ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറയട്ടെ. അപ്പം നിന്റെ ഭാര്യ ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ദേവയാനി വീണ്ടും. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞല്ലോ അവളില്ലാത്തതുകൊണ്ട് എൻ്റെ ഉറക്കത്തിനൊരു കുഴപ്പമില്ല എന്നുള്ളത്, പിന്നെയും അമ്മ എന്തിനാ അതെന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അമ്മ എന്തായാലും അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, അമ്മ അവിടെ പോയിട്ട് ദൈവങ്ങളോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, അമ്മയുടെ ആഗ്രഹം നടക്കണം എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നല്ലോ ഞാനും നൈനയും തമ്മിൽ പിരിയണം എന്നുള്ളത്, അപ്പോൾ അതും അങ്ങ് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ നിനക്ക് നിൻ്റെ ഭാര്യനെ വിട്ട് കളയാൻ പറ്റില്ല എന്ന് എനിക്കറിയാലോ, പിന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി വീണ്ടും ഞാൻ ഇങ്ങനെ ദൈവങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടേ, എനിക്കെന്താ വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നേ. പിന്നെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു നൈനയാണെങ്കിലും വിഷുവായിട്ട് പോയതാണ്, ഇതുവരെ അവൾ തിരിച്ചു വന്നിട്ടില്ല, അവളുടെ സുഖം സന്തോഷം നോക്കി പോയതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ ഇങ്ങനെ നീയും ഇങ്ങനെ ഇന്ന് അവളുടെ അനിയത്തി പോവുകയോ മറ്റോ എന്തോ ചെയ്യാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി അറിയാത്ത പോലെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കും എന്താ അമ്മ അവിടേക്ക് പോകുന്നുണ്ടോ അവളെ യാത്രയാക്കാൻ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാനോ, നീ എന്താ എന്നെ കളിയാക്കി ചോദിക്കുകയാണോ, നീയല്ലേ അവിടെ എന്ത് പരിപാടി നടക്കുന്ന സമയത്തും പോവാറുള്ളത് എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് ചോദിക്കുമ്പോൾ അങ്ങനെ ചെറിയ തെറ്റുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ നീ ഇങ്ങനെ അവർക്ക് വലിയ നല്ല സൗകര്യമുള്ള വീട് എടുത്തു കൊടുത്തതും നിനക്ക് അവിടേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടല്ലേ, അവിടെ പോയി താമസിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് ചോദിക്കുകയാണ് കേട്ടോ. അതുപോലെ ഇങ്ങനെ ചെറിയ തെറ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി എന്തായാലും ഞാൻ ആ തെറ്റൊന്നും ആവർത്തിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് ഇങ്ങനെ പറയുമ്പോഴും ദേവയാനിക്ക് ആകെ വിഷമാവുന്നുണ്ട്. അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് പിന്നീട് ദേവയാനിയാണെങ്കിലും അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങുമ്പോഴും ആദർശ് ഒരു സംശയത്തോടു കൂടിയാണ് കേട്ടോ ദേവയാനിനെ നോക്കി നിൽക്കുന്നത്. പിന്നീട് തുടക്കത്തിൽ അവർ സംസാരിക്കുമ്പോഴും ആദർശ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമ്മ ഇപ്പോൾ ഇടയ്ക്കൊക്കെ പുറത്ത് പോകുന്നുണ്ട്, എവിടേക്കാണെന്ന് ചോദിച്ചിട്ട് അമ്മ ആരോടും പറയാതെയാണല്ലോ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട്
ഗോവിന്ദനും കനകയും കൂടെ സംസാരിക്കുകയാണ്. നന്ദു പോകുന്നതിൻ്റെ ആ ഒരു വിഷമം തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നന്ദു ഇങ്ങനെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ SI പോസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ ദിവസം നമുക്കിങ്ങനെ പേടിയോടുകൂടി വേണം തള്ളി നിൽക്കാൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് ചേരാത്തൊരു പ്രൊഫഷനാണ് അവൾ തിരഞ്ഞെടുത്തത് എന്നൊക്കെ പറയാം. പിന്നെ ആകെയുള്ള ഒരു സമാധാനം ഇനിയിപ്പോൾ അനിയായിട്ടുള്ള ആ ഒരു ഇതിൽ നിന്നൊരു മോചനാവുമല്ലോ എന്നുള്ളതാണ്. ആ ജോലിശ്ശേരി പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അനാമികയും തമ്മിൽ സ്നേഹിച്ച് പോവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ അവർ ഏത് നിമിഷവും വേറെ പിരിയുന്ന രീതിയിലാണല്ലോ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ ഒരു പേടിയും കൂടെ ഉണ്ട് കേട്ടോ കനകയ്ക്ക്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ആ ജോലിശ്ശേരി പറഞ്ഞത് തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ സ്നേഹിച്ച ആളെ തന്നെ മോള് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞുനാളിൽ തൊട്ടേ അവളുടെ ഫ്രണ്ട്സ് എല്ലാം ആൺകുട്ടികളാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ അനിയനെ സ്നേഹിച്ച് പോയത് എന്നൊന്നും അറിയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനിയനെ പറ്റി പറയുമ്പോൾ അങ്ങനെ നന്ദുവിന് ഭയങ്കര ആകാംക്ഷയാണ് അത് കേൾക്കാൻ വേണ്ടിയിട്ട്. അത് പുറത്ത് കാണിക്കില്ലെങ്കിലും അത് തന്നെയാണ് സത്യം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് കനകയാണെങ്കിലും പറയുകയാണ്, നന്ദു ആണെങ്കിലും സ്നേഹിച്ച ആളെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന് ജോലിശ്ശേരി തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ പേടിക്കണം. അങ്ങനെ നന്ദു ഇങ്ങനെ അനിമോനെയാണല്ലോ സ്നേഹിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഗോവിന്ദനാണെങ്കിലും ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോവിന്ദനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം.